ഗൈസ് ഇന്ന് മാർക്കറ്റ് നല്ല പോസിറ്റീവാണ്. ഓൾറെഡി നമ്മൾ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് അറൌണ്ട് 70 പോയിന്റ്സ്. ഇന്ന് RBI പോളിസി ഡേ ആണ്. സോ നമ്മൾ ഓവറോൾ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഗ്ലോബൽ മൊമെൻറ്റം നല്ല പോസിറ്റീവാണ്. ഏഷ്യൻ മാർക്കറ്റ്സ് പോസിറ്റീവാണ്. US മാർക്കറ്റ്സ് അറ്റ് ഫ്രഷ് ഓൾ ടൈം ഹൈ. S&P is at fresh all time high. Dow Jones is at fresh all time high. Nasdaq 2.5% up yesterday. So again, Iran-US agreement is coming into picture maybe within 2 days. Iran-Oman agreement on Strait of Hormuz is coming into picture. So all these are positives. And if you look at crude oil price have fallen couple of days back, it's 97. Now in നോക്കിക്കഴിഞ്ഞാൽ 80 താഴെ വന്നിട്ടുണ്ട്. ബ്രെൻഡ് 75 ഉള്ളൂ. ബട്ട് വാട്ട് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ഇസ് RBI പോളിസി. അതും ഇൻട്രസ്റ്റ് റേറ്റ് അല്ല, കാരണം നമുക്കറിയാം ഇൻട്രസ്റ്റ് റേറ്റ് 5.25 ആണ്. അതങ്ങനെ തന്നെ ആയിരിക്കും, ചേഞ്ച് ചെയ്യില്ല. പക്ഷേ RBI ഗവർണർ എന്താണ് പറയുന്നത്, കമൻട്രി ആഫ്റ്റർ 10 o'clock, അതായിരിക്കും മാർക്കറ്റ് റാലി ചെയ്യോ അതോ റിവേഴ്സ് ചെയ്യോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. സോ മാർക്കറ്റ് ഇസ് നോട്ട് വെയിറ്റിംഗ് ഫോർ ഇൻട്രസ്റ്റ് റേറ്റ്. അത് നമുക്കറിയാം ഓൾറെഡി 5.25 ആണ്, അത് അൺചേഞ്ച്ഡ് ആയിരിക്കും. പക്ഷേ എന്താണ് RBI പറയാൻ പോകുന്നത് ഓൺ ഇൻഫ്ലേഷൻ, ഓൺ GDP ഗ്രോത്ത്, ഓൺ ക്രൂഡ് ഓയിൽ, ഓൺ ഫ്യൂച്ചർ പോസിബിലിറ്റി ഓഫ് റേറ്റ് ഹൈക്ക്. ഫ്യൂച്ചറിൽ റേറ്റ് ഹൈക്ക് ഉണ്ടാവോ, ഒക്ടോബറിലുണ്ടാവോ, ഡിസംബറിലുണ്ടാവോ, അതുപോലെ എന്താണ് പോളിസി സ്റ്റാൻസ്, എത്ര മെമ്പേഴ്സ് റേറ്റ് ഹൈക്കിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എത്ര മെമ്പേഴ്സ് ഒപ്പോസ് ചെയ്യുന്നുണ്ട്, അതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മളുടെ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. സോ ഇൻഫ്ലേഷൻ ഫോർകാസ്റ്റ് ഇപ്പോൾ 5.1 ആണ്. അതിനേക്കാൾ കൂടുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡേഞ്ചറാണ്, നെഗറ്റീവാണ്. 5.1 അതാണ്, അല്ലെങ്കിൽ അത് താഴെയാണെന്നുണ്ടെങ്കിൽ ബെറ്ററാണ്. GDP ഗ്രോത്ത് ഫോർകാസ്റ്റ് 6.6 ആണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ തവണ 6.9 എന്ന് കുറവാക്കിയതാണ്. അത് കൂട്ടാണെങ്കിൽ നല്ലതാണ്. 6.6 ആൻഡ് അബവ് ഇറ്റ് ഇസ് ഗുഡ്. ബട്ട് താഴേക്കാവുകയാണെന്നുണ്ടെങ്കിൽ മോശമാണ്. സിമിലർലി ഫ്യൂച്ചർ റേറ്റ് ഹൈക്ക് പോസിബിലിറ്റി, അതിനെ പറ്റിയുള്ളൊരു ഡിസ്കഷൻ. സോ RBI പറയാണ് ഇൻഫ്ലേഷൻ കൺട്രോളിലാണ് ആൻഡ് ഒരു ന്യൂട്രൽ സ്റ്റാൻഡാണ് എടുക്കുന്നതെങ്കിൽ മാർക്കറ്റ് ആ ഗെയിൻസ് എക്സ്റ്റെൻഡ് ചെയ്യും. കുറച്ചും കൂടി അപ്സൈഡ് മൂവ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. 24,800 വരെ പോകും. പക്ഷേ RBIയുടെ സിഗ്നൽ ഒരു വാർണിംഗ് കൈൻഡ് ഓഫ് സിഗ്നലാണ്. ക്രൂഡ് ഓയിൽ പ്രൈസ് ഹൈക്ക് ആവുന്നതുകൊണ്ട് ഫ്യൂച്ചറിൽ ഇൻഫ്ലേഷൻ ഉണ്ടാകും. അതുകൊണ്ട് ഒക്ടോബറിലോ ഡിസംബറിലോ ഒരു പോസിബിലിറ്റി ഓഫ് റേറ്റ് ഹൈക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അതേപോലെ തന്നെ റിവേഴ്സ് ചെയ്യും. സോ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഗ്ലോബൽ മാർക്കറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നല്ല മൊമെൻറ്റമാണ്, സപ്പോർട്ടീവാണ്. US ഇൻഡൈസസ് ഓൾ ടൈം ഹൈയിലാണ്. ബ്രെൻഡ് ക്രൂഡ് ബിലോ 80, WTI 75 ആണ്. സോ Iran-US എഗ്രിമെൻറ്റ് ഇന്നോ അല്ലെങ്കിൽ നാളെ ആവുമെന്ന് പറയുന്നുണ്ട്. ഖത്തർ അത് ഓൾമോസ്റ്റ് കൺഫേം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഒമാൻ ഇറാൻ ആ സ്ട്രൈറ്റ് ഓഫ് ഹോർമസിൽ ത്രൂ അഗ്രിമെൻറ്റ് ഇസ് ഗോയിങ് ഓൺ. അപ്പോൾ അതെല്ലാം പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെയാണ് ക്രൂഡ് പ്രൈസസ് കമ്മിങ് ഡൗൺ. സോ നമ്മളൊരു ബ്രേക്ക് ഔട്ടിനുള്ള എല്ലാ പൊട്ടൻഷ്യലും ഉണ്ട്. ഇന്നത്തെ ഡിസിഷൻ പോലെ ഇരിക്കും. സോ ഗിഫ്റ്റ് നിഫ്റ്റി ഓൾറെഡി 70 പോയിന്റ് ഗ്യാപ്പ് അപ്പ് ആണ്. IT ADRs നല്ല പോസിറ്റീവാണ്. ബാങ്കിങ് ADR മൈൽഡ്ലി പോസിറ്റീവാണ്. HDFC നെഗറ്റീവ് ആൻഡ് ICICI പോസിറ്റീവാണ്. സോ ഓപ്പണിംഗ് ബുള്ളിഷ് ആയിരിക്കും. പക്ഷേ റിയൽ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആഫ്റ്റർ 10 o'clock ആഫ്റ്റർ ദ കമൻട്രി ആയിരിക്കും. സോ ഇന്ന് മാർക്കറ്റ് മോർ ദാൻ ഇൻട്രസ്റ്റ് റേറ്റ് RBI ഗവർണറുടെ വേർഡ്സിന് ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. സോ സീ യു ആഫ്റ്റർ ദ സെഷൻ.